ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ജയം ജേണിയിലേക്ക് സ്വാഗതം. എന്റെ മോനെ എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, മുടിഞ്ഞ എക്സൈറ്റ്മെന്റ് ആണ്. എനിക്കാണെങ്കിൽ ഞായറാഴ്ച പോലെ ഫ്രീ ഇല്ലാത്തൊരു അവസ്ഥ. പെട്ടെന്ന് ജോലിയും വന്നു. ഇതില്ല കള്ളം പറഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട്, എന്റെ പൊന്നെ കള്ളം പറഞ്ഞൊക്കെ പറഞ്ഞ ഇത് പൊക്കും. സാറില്ല. കങ്കുവ. സൂര്യ 42ന്റെ നെയിം ഓൾറെഡി കങ്കുവ ആയിരിക്കുന്നത് ഇന്നലെ തന്നെ ഇത് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത് ഭയങ്കര വെയിറ്റിംഗ് ആണ് മോനെ. നേരെ വീഡിയോയിലേക്ക്. റെഡി? ഓ യു വി ക്രിയേഷൻ സ്റ്റുഡിയോ ഗ്രീൻ. നമ്മളെ പോസ്റ്റർ കണ്ടതാനാണ്. ഓ മോനെ, ശ്ശേ. ഇത് എന്തൊരു സാധനാണ്. ശിവാൻസി, എന്റെ ശിവാളിയാ. സൂര്യ ഇൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമുണ്ട് അല്ലേ? എന്താണ് ഇൻ 3D 10 ലാംഗ്വേജസ്. ഇൻ തിയേറ്റർ ഏർലി 2024. 2024 ഏർലി. ഏടാ എന്താണിത്? ആ ഗംഗു ആ സാധനം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടോ ബെൽജിയമിന്റെ ഒരു മുഴക്ക്. സീരിയസ്ലി ഇത് തിയേറ്ററിൽ വരുമ്പോൾ ആ ഒരു തിയേറ്ററിന് ഈ കങ്കുവ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുത്ത BGM ഉണ്ടല്ലോ, ഇത് സൂര്യണ്ണൻ ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് ഈ ലുക്കിൽ വരുമ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സീരിയസ്ലി ശരിക്കും രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്റെ മോടിക്ക് എന്തൊരു സാധനം ഇത്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പോസ്റ്ററിൽ കണ്ട സാധനം ഒരു വേറെ രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കളർ ഗ്രേഡിങ്, തീർച്ചയായിട്ടും ആ ഒരു കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇരുട്ടും അങ്ങനത്തെ ഒരു ടൈപ്പ്, ഈ KGF ഒക്കെ ടൈപ്പ് ഒരു സംഭവമായിരിക്കും. അതില് അണ്ണൻ സൂര്യൻ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരണം, വേട്ടപ്പട്ടിയും ബാക്കില് വരുമ്പോ ആ ഒരു ലുക്കിൽ ബാക്കിൽ കങ്കോ എന്നുള്ള മ്യൂസിക് ഇങ്ങനെ പോകണമെന്ന് ആലോചിച്ചു നോക്കി. എന്റെ മോനെ, തീ 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 സാധനം. തീർന്നു, തീർന്നു ബോക്സ് ഓഫീസ്, തീർന്നു ബോക്സ് ഓഫീസിന്റെ കാലം വന്നു മോനെ. ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ മുഴക്കം, എനിക്കത് അത് ശരിക്കും ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. കങ്കുവ എന്ന് പറഞ്ഞ സാധനം. ഇത് ഇന്നലെ ഇത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇത് ലീക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഈ കങ്കുവ എന്ന് പറഞ്ഞത് സീരിയസ്ലി അതൊരു ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് അപ്പൊ തോന്നി. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഇത് ഭയങ്കര മരണമാസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കിഡിലൻ സാധനം കേട്ടോ, കിഡിലൻ സാധനം. ഈ കങ്കുവ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മളൊക്കെ ഈ ലീക്ക് ആയപ്പോൾ തന്നെ പല ആൾക്കാർക്ക് എന്താ സംഭവം എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. എന്തായാലും ജസ്റ്റ് എനിക്ക് അറിയുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. കങ്കോ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ട്രൈബ്സ് ആണ്, ഒരു ഗോത്രവർഗ്ഗമാണ്. അവരെന്ന് പറയുന്നത് നമ്മൾ പണ്ട് വിക്കിങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? വിക്കിങ്സ് എന്നൊക്കെ പറയുന്ന അവരോട് ഭയങ്കര സാമ്യം തോന്നുന്ന ഒരു ടീമാണ്. അതായത് വിക്കിങ്സ് എങ്ങനെയായിരുന്നു? മറ്റുള്ള ആളുകളെ കൊന്നു ജീവിച്ചിരുന്ന ആളുകളാണ്. അതുപോലെ ഈ കങ്കോ എന്ന് പറഞ്ഞ ട്രൈബ്സും ഭയങ്കര കൊടൂരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവര് മറ്റുള്ള ആളുകളെ കൊന്ന് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. കൊല്ലുക എന്ന് പറയുമ്പോൾ ക്രൂരമായിട്ട് തുള്ളി കണ്ണുച്ചോര പോലും ഇല്ലാണ്ട് കൊല്ല് തീർക്കുന്ന ടൈപ്പ് ആളുകളാണ് ഈ കങ്കുവ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട്, അതായത് ഇന്നതാണ് കങ്കുവ എന്ന് ഇങ്ങനെ കറക്റ്റ് ഒരു ലൈനപ്പ് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംഭവം ഇല്ല. ഒരു തരത്തിലുള്ള വളരെ മുമ്പുള്ള പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ചില കൃതികളോ അല്ലെങ്കിൽ കുറച്ച് ചില സംഭവങ്ങളൊക്കെ അല്ലാണ്ട് വേറെ കങ്കുവ എന്ന് പറഞ്ഞൊരു ട്രൈബിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം എവിടെയും ഇല്ല. ഒരു ബുക്കും ഒരു നോട്ടും ഒന്നുമില്ല. കാരണം തോന്നുന്നത് ഈ കങ്കുവ എന്ന് പറയുന്ന ആളുകൾ മറ്റുള്ള ആളുകളിൽ നിന്ന് വളരെ മാറി അവരോട് ഒരു ബന്ധം ഇല്ലാണ്ട ജീവിച്ചിരുന്നത്. ബന്ധം ഇല്ലായിരുന്നു മാത്രമല്ല, ഇനി അഥവാ കങ്കുവനെ കണ്ടാൽ പണ്ടുള്ള ഈ പുരാതനമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കങ്കുവനെ കാണുന്നതും കാലനെ കാണുന്നതും ഒരുപോലെയാണെന്നാണ്. കാരണം കങ്കുവനെ കാണുന്ന തീർന്നു. അവരെ ഡ്രൈവറല്ല, മറ്റൊരാളുകൾ കങ്കുവനെ കണ്ട തീർന്നു. അവന്റെ കാലിലാണ് കങ്കുവൻ. സോ ഒരു രക്ഷയില്ല, അറിയാലോ. പിന്നെ ആരെന്ത് എഴുതാൻ? കാരണം കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ? സോ അവരുടെ എതിർത്ത് നിൽക്കുന്ന ആലോചിച്ചൊക്കെ, അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ എതിർത്ത് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഡൈ. സോ അതാണ് കങ്കുവ എന്ന് പറഞ്ഞാൽ. അത്രയും കൊടൂരമായിട്ടുള്ള ഒരു ട്രൈബാണ്. ആ ട്രൈബിന്റെ നേതാവായിട്ടോ
അല്ലെങ്കിൽ പടയാളി ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ സൂര്യ എന്ന് പറയുന്ന ആളുടെ നമ്മുടെ അണ്ണന്റെ സൂര്യ എന്ന് പറഞ്ഞ ആളുടെ സോറി നടിപ്പിൻ നായകന്റെ ക്യാരക്ടർ വരിക അല്ലെ, കങ്കുവ എന്ന് പറഞ്ഞ ഈ സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. കങ്കുവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ സൂര്യണ്ണൻ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ആയിരിക്കുമല്ലോ. സോ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്നുണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും കങ്കുവ എന്ന് പറഞ്ഞ ട്രൈബിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പോ 2023 വന്ന് നിൽക്കുന്ന രീതിയിലാണ് കഥ എന്ന് ഒഫീഷ്യലി ഇവരുടെ പല ആളുകളും നമ്മളോട് ഇന്റർവ്യൂസിലായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പൊ ഏഴമറിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ പണ്ടത്തെ ഒരു സൂര്യ ബോധിധർമ്മൻ, അത് ഇപ്പോ രണ്ടാമത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സൂര്യയുടെ ആ ക്യാരക്ടർ ബോധിധർമ്മനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആവണം എന്നല്ല, ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ഉണ്ടായിരുന്ന വില്ലൻ അതിപ്പോ പുനർജനിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുനർജനിക്കുന്ന ആളെ എതിരിട്ട് നിൽക്കുന്നതായിരിക്കും സൂര്യയുടെ 2023 ക്യാരക്ടർ. സോ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കങ്കുവനായിരിക്കും തിരിച്ചു വരുന്നത്. എന്റെ മോനെ, എന്ത് സാധനമായിരിക്കും. എനിക്ക് തോന്നുന്നു സ്കോർ ചെയ്യാൻ പോകുന്ന കങ്കുവ എന്നാണ് പേര്, പിന്നെ ഒന്നും പറയാനില്ലല്ലോ. സോ ആ ഒരു ലുക്ക് വൈസും കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ ലുക്ക് എന്തായിരിക്കും. ഈ മുഖം മൂടി ഇട്ടാണ്, സൂര്യനെ കാണിക്കുന്നില്ലല്ലോ, ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കും. പക്ഷെ എല്ലാം കൂടെ ഉണ്ടല്ലോ, ബോക്സ് ഓഫീസ് തീർന്നടാ, ബോക്സ് ഓഫീസ് തീർന്നു. ഞാൻ ആദ്യം പറയുന്നുണ്ട്, കങ്കുവ എന്ന് പറഞ്ഞ സാധനം ഈ പതുങ്ങി നിൽക്കുന്ന പോലെ വരുമ്പോ ഒരു 1.5 വരായിരിക്കും. ഈ സൂര്യനന്റെ കറക്റ്റ് ലുക്കും കൂടെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. പകരം നിൽക്കാൻ ആരുണ്ട് നമ്മൾ 100% ചോദിക്കാം. സൂര്യ ഫാൻസിന് ഓഫ് കോഴ്സ്, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഒരു വിജയ് ഫാൻ ആണ്. പക്ഷെ ഇത് ശരിക്കും ഞെട്ടിക്കുന്നുണ്ട്. ഇതിന്റെ മോഷൻ പോസ്റ്റർ കണ്ടപ്പോഴാണെങ്കിലും ഇപ്പൊ ഇത് കണ്ടപ്പോഴാണെങ്കിലും എന്നെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. അമ്മാതിരി സാധനം, ഒരു രക്ഷയില്ല, കിഡിലം. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത്. എസ്പെഷ്യലി ഞാൻ ചോദിക്കുന്നത്, ഈ കങ്കുവ എന്ന് പറഞ്ഞ സാധനം വന്നപ്പോൾ എനിക്ക് ഗൂസ്തും പോകുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് അത് വന്നു എന്നുള്ളത് ദയവായിട്ടൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.